കാലഘട്ടത്തിന്റെ ഈ ഒരു ബിസിനസ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രൊജക്റ്റിലേക്ക് കയറി നിന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഡിസ്പ്ലേയിൽ കാണുന്ന ഫേസുകൾ പല ആൾക്കാരുടെ ക്ഷണം സ്വീകരിച്ച് വന്നവരായിരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി പ്രോസ്പെക്ടിങ് പ്രകാരം ഇതിൽ അസോസിയേറ്റ് ചെയ്തിട്ട് ഇതിന്റെ ഗുണങ്ങൾ മനസ്സിലായ ആൾക്കാർ തന്നെ ആയിരിക്കാം പല ആൾക്കാർ. സോ നമ്മൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കോയിൻ ഫോർജ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി. നമ്മൾ എംപവർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി വ്യക്തമായും ശക്തമായും അല്ലെങ്കിൽ അതിന്റെ അകക്കാമ്പോട് കൂടി അങ്ങേയറ്റം പോസ്റ്റ്മോർട്ടം ചെയ്ത് ഓരോ പ്രൊജക്റ്റും ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു വിശ്വാസ്യതയുണ്ട്. നമ്മൾ വിശ്വസിച്ച് വരുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു കാരണവശാലും നാളെ നമ്മുടെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ക്യാപ്റ്റൻ ആയിരിക്കുന്ന അമീൻ മുതൽ ഇങ്ങോട്ടേക്ക് എല്ലാ ആൾക്കാരും എന്ത് ചെയ്തിരിക്കുന്നത്, ഓരോ പ്രൊജക്റ്റും ഏറ്റെടുക്കുമ്പോഴും അതിനെ ശക്തമായി പഠിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി. ഇപ്പൊ അസീം ഖാനെ പോലെയുള്ള നമ്മളെ പോലെയുള്ള പല ആൾക്കാരും അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ആ പ്രൊജക്ട് ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തില് ടെക് ഭീമന്മാർ കൺട്രോൾ ചെയ്തിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ബിസിനസ് അല്ല നമ്മളിവിടെ ഏറ്റെടുത്തിരിക്കുന്നത് മൈ ഡിയർ ഫ്രണ്ട്സ്. സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി നിങ്ങൾക്കൊക്കെ അറിയുന്ന പ്രൊജക്റ്റ് ആയിരിക്കും കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ട്. പക്ഷെ ഇതിന് മുന്നേ നമ്മുടെ കാലഘട്ടത്തിന്റെ ബാക്കോട്ട് ഒന്ന് പോയി കഴിഞ്ഞാൽ ടെക്നോളജി വളർന്നു വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. സോ കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ട് കാലഘട്ടത്തിന്റെ ഒരു ബിസിനസ് തന്നെയാണ്. അതിനൊരു സ്റ്റെപ്പ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരും. പഴയ കാലത്ത് കൽക്കരി വ്യാപാരങ്ങൾ വന്നിട്ടുണ്ട്, അതിനുശേഷം ഓട്ടോമേഷൻ വ്യാപാരങ്ങൾ വന്നിട്ടുണ്ട്, അതിനുശേഷം കമ്പ്യൂട്ടർ വൽക്കരിച്ച് വന്ന് ഇന്റർനെറ്റിന്റെ റെവല്യൂഷൻ IO സിസ്റ്റങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം അടുത്തൊരു തലമുറ എന്ന് പറയുന്നത് ഫുള്ളി ഡീസെൻട്രലൈസ് മെത്തേഡിലേക്ക് ഇന്റർനെറ്റിന്റെ മേഖലയിലേക്ക് കടന്നു വന്ന് വരുമാനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മേഖല ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കസ്റ്റമൈസേഷന്റെ കാലഘട്ടമാണ്. നമുക്ക് തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ സെക്ഷനിലേക്ക് ചെല്ലുന്നതിന് മുന്നേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു അവയർനെസ് നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരിക്കലും ഇതിന്റെ പ്ലാൻ മനസ്സിലാക്കാൻ വേണ്ടി ഒരിക്കലും നമ്മൾക്ക് പഴയ കാലഘട്ടത്തിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മളോട് ഒരു വ്യക്തികൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ ആയിരുന്നു, ഈ ഒരു മേഖലയിൽ നിന്ന് കഴിഞ്ഞു വന്നവരായിരുന്നു എന്ന് അവർക്ക് ധരിപ്പിച്ചു കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യൂ, ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവൂ എന്നുള്ളതാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇന്റർനെറ്റിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വെബ് 1 എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്റർനെറ്റിന്റെ സ്റ്റേജ് എന്ന് പറയുന്നത് ആദ്യം 1990-96 കാലഘട്ടത്തിലാണ് ഇന്റർനെറ്റിന്റെ ഒരു വരവ് എന്ന് പറയുന്നത്. അന്ന് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് സെക്ടറിൽ മാത്രമാണ് യൂസേജ് ചെയ്ത് വന്നത് എങ്കിൽ 2000-2005 കാലഘട്ടത്തിൽ ഇന്റർനെറ്റിന്റെ ഫസ്റ്റ് ഫേസ് ആയിട്ടുള്ള വെബ് 1 സീരീസിൽ ഇന്റർനെറ്റിനെ ആക്സസ് ചെയ്യാനും ജസ്റ്റ് അതിലൊരു ഭാഗമാകാനും മാത്രമാണ് നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോ ആ സമയത്ത് നമ്മൾക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിരിക്കുന്ന മേഖല എന്ന് പറയുന്നത് ജസ്റ്റ് റീഡ് ഓൺലി ആയിരുന്നു. ഇന്റർനെറ്റിലേക്ക് ജസ്റ്റ് ഒരു ആക്സസ് എന്ന് മാത്രമായിരുന്നു. നെക്സ്റ്റ് അടുത്തൊരു ഫേസ് എന്ന് പറയുന്നത് വെബ് 2 എന്ന് പറയുന്ന കാലഘട്ടമായിരുന്നു. ഇതേ ആക്സസ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സെർവറിനെ ആക്സസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് റീഡ് ഓൺലി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് അവിടെ പാർട്ടിസിപ്പൻസ് അതിലൊരു ഭാഗമായി പ്രവർത്തിക്കാനും അതിലൂടെ വരുമാനങ്ങൾ നേടാനുള്ള ഒരു കാലഘട്ടത്തിലേക്ക് മാറി എന്നുള്ളതാണ്. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിലേക്ക് എന്ന് പറയുന്നത് വെബ് 3 എന്ന് പറയുന്ന കാലം വെച്ചാൽ ടെക് ഭീമന്മാരെ കൺട്രോളിൽ നിന്ന് മാറിക്കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൽ എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ അസറ്റുകൾ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തു, നമ്മുടെ ടെക്നോളജി വളർന്നു എന്നുള്ളതാണ്. സോ ടെക് ഭീമന്മാർ അവരുടെ അണ്ടറിലാണ് നമ്മൾക്ക് ഒരു സെൻട്രലൈസ് അതോറിറ്റിയാണ് കൺട്രോൾ ചെയ്യുന്നത് എങ്കിൽ ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഇന്റർനെറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു മെക്കാനിസമാണ്. 2008 മുതലേ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഫസ്റ്റ് ബ്ലോക്ക് ചെയിൻ ബിറ്റ്കോയിന്റെ ഓൺ ബ്ലോക്ക് ചെയിൻ വന്നത് എങ്കിൽ ഇന്ന് എന്താ പറയാ ടെക്നോളജി മേഖലയിൽ 10,000 ചില്ലാനം ബ്ലോക്ക് ചെയിൻ ടെക്നോളജികൾ വന്നു എന്നുള്ളതാണ്. അതിൽ പോപ്പുലർ ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ടെക്നോളജികളാണ് എന്താ പറയാ പോളിഗൺ പോലെയുള്ള, ഇത്തേറിയം പോലെയുള്ള, അല്ലെങ്കിൽ ബിറ്റ്കോയിൻ പോലെയുള്ള, സൊളാനോ പോലെയുള്ള, ടോൺ പോലെയുള്ള ഒരുപാട് ബ്ലോക്ക് ചെയിനുകൾ ഇറക്കപ്പെട്ടു എന്നുള്ളതാണ്. ഓരോ ബ്ലോക്ക് ചെയിനുകളും ഇറങ്ങുന്ന സമയത്ത് ഓരോ ബ്ലോക്ക് ചെയിൻ അധിഷ്ഠിതമായിട്ടുള്ള ഓരോ ക്രിപ്റ്റോ കറൻസികൾ മാർക്കറ്റിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ പറയുകയാണെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിന് അനുസരിച്ച് വളർന്നു വന്നിരിക്കുന്ന അല്ലെങ്കിൽ വളരാൻ വേണ്ടി പോകുന്ന ഇനിയൊരു വലിയൊരു ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ വലിയൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി
അല്ലെങ്കിൽ ഫിനാൻഷ്യൽ വെൽത്ത് അല്ലെങ്കിൽ ഡിജിറ്റൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ട്. ഈ പ്രൊജക്റ്റിൽ ഒരു 10-20 മിനിറ്റ് മാക്സിമം നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാൻ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. സോ ഇന്നത്തെ ഒരു BOP പ്രസന്റേഷനിലേക്ക്, കോയിൻ ഫോർജ് BOP പ്രസന്റേഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനിയും ആരെങ്കിലും ഈ പ്രസന്റേഷനിൽ കയറാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, അതിലേക്ക് നിങ്ങളെ പ്രോസ്പെക്ടിങ്ങിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം ചുരുക്കം ക്വാണ്ടിറ്റി മാത്രമാണ് നമ്മൾ ഇതിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ആവശ്യക്കാർക്ക് ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും ഇവിടെ വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു കമ്മ്യൂണിറ്റി, എംപവർ എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കാം പല ആൾക്കാരും പിന്നീട് കയറാം എന്ന് ചിന്തിക്കുന്നത്. സോ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ഈ ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷനിലേക്ക് കയറാം. സോ കാലഘട്ടത്തിന്റെ ബിസിനസ് ആണ് ക്രിപ്റ്റോ മേഖല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. Web3 എന്ന് പറയുന്ന ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ റൺ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്തുകൊണ്ടും ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്തുകൊണ്ടും റൺ ചെയ്യുന്ന പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത്. ക്രിപ്റ്റോ കറൻസി എന്താണ് എന്ന് സാധാരണ ഒരു വ്യക്തികൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും ക്രിപ്റ്റോ കറൻസി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പേപ്പർ കറൻസിയുടെ അതേ ഒരു ഡിജിറ്റൽ രൂപമാണ്. പല രാജ്യത്തും പല രീതിയിലും പല കറൻസികളും എന്തുണ്ട്, റൺ ചെയ്യുന്നുണ്ട്. ഡോളേഴ്സ് ആണെങ്കിൽ ഡോളർ, US-ന്റെ ഒരു ഡോളർ ആണെങ്കിൽ അവിടെയുള്ള ഒരു ഡിജിറ്റൽ എലമെന്റ് ആണ്. ഇന്ത്യന്റെ ഓൺ കറൻസി എന്ന് പറയുകയാണെങ്കിൽ യൂറോപ്യാണ്. അപ്പൊ ഇന്ത്യക്കും ഓൺ കറൻസികൾ വന്നു എന്നുള്ളതാണ്. അതുപോലും സാധാരണക്കാരായ ഒരു വ്യക്തികൾക്ക് അറിയുന്നില്ല. അപ്പോഴും ക്രിപ്റ്റോ കറൻസി സ്കാം ആണ്, ഇത് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്ന പല ആൾക്കാരുണ്ട്. അപ്പൊ ക്രിപ്റ്റോ കറൻസികൾ ഏൺ ചെയ്യാൻ പറ്റുന്ന പല മേഖലകളും ഇന്ന് മാർക്കറ്റിൽ ഉണ്ടെങ്കിലും പ്രധാനമായും അറിയപ്പെടുന്ന മേഖല എന്ന് പറയുന്നത് മൈനിങ് ആണ്. നമ്മൾക്ക് സ്വന്തമായി ക്രിപ്റ്റോ കറൻസി ക്രിയേറ്റ് ചെയ്യുവാൻ, ആ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റൈസ് ചെയ്യാനും നമുക്കൊരു എബിലിറ്റി ഉണ്ടെങ്കിൽ, ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 10 CR വെച്ചുകൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അതിന് എന്ത് വേണ്ടി വരും, നമുക്ക് വ്യക്തമായ ഒരു അസറ്റ് വേണ്ടി വരും, അല്ലെങ്കിൽ അതിന് ഒരു കമ്മ്യൂണിറ്റി വേണ്ടി വരും. ഒരു സുപ്രഭാതത്തിൽ ഞാൻ എന്ന വ്യക്തി ഒരു ക്രിപ്റ്റോ കറൻസി ഇറക്കി കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് മാർക്കറ്റ് ചെയ്തതിൽ എന്നെ കൊണ്ടൊരു പോസിബിൾ ആയ കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഏതൊരു മൈൻ ചെയ്ത ക്രിപ്റ്റോ കറൻസിയും മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി അതിന്റെ ബാക്ക് എൻഡിൽ ഒരു കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ബാക്ക് എൻഡിൽ മനസ്സിലാവുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിപ്റ്റോ കറൻസി ചുരുക്കത്തിൽ ഒരു വ്യക്തിയോട് നമ്മൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസി ഇസ് എ ഡിജിറ്റൽ കറൻസി, ഒരു വെർച്വൽ കറൻസിയാണ്. നമുക്ക് തൊടാനോ ടച്ച് ചെയ്യാനോ ഫിസിക്കലി ആയിട്ട് അറ്റാച്ച്മെന്റോ ഇല്ലാത്ത, എന്നാൽ ഡിജിറ്റലി ആയി ഇന്റർനെറ്റ് പോലെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും, ഇന്റർനെറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അത് നമുക്ക് ഫിസിക്കലി ടച്ച് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരു സാധനമാണെങ്കിൽ ക്രിപ്റ്റോ കറൻസി നമ്മൾക്ക് എന്താണ്, ഫിസിക്കലി ടച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു ഡിജിറ്റൽ എലമെന്റ് ആണ് എന്ന് മനസ്സിലാക്കാം. സോ നമ്മുടെ കോയിൻ ഫോർജ് എന്ന് പറയുന്ന പ്രൊജക്റ്റും നമുക്ക് ഇവിടെ ക്രിപ്റ്റോ കറൻസികൾ ഏൺ ചെയ്യുവാനും ഇതിന്റെ ഡിജിറ്റൽ അസറ്റുകൾ നമുക്ക് ആസ്വദിക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ് തീർച്ചയായിട്ടും കോയിൻ ഫോർജ് എന്ന് പറയുന്നത്. ഈ പ്രൊജക്ട് റൺ ചെയ്യുന്നത് തീർച്ചയായിട്ടും ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ്. ഞാൻ പറഞ്ഞു ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിൻ ആണ് ആദ്യം 2008 വന്നത് എങ്കിലും 2009 ബിറ്റ് കോയിന്റെ ബ്ലോക്ക് ചെയിനിലേക്ക് എന്ത് ചെയ്തു, അതിന്റെ ഓൺ ക്രിപ്റ്റോ കറൻസികൾ ലോഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ബ്ലോക്ക് ചെയിനിൽ എന്താണ് ഉണ്ടാകുന്നത്, ബ്ലോക്ക് ചെയിൻ മീൻസ് ഒരു ഡാറ്റാബേസ്ഡ് ഒരു സ്റ്റോറേജ് ആണ്, ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ആണ്. അവിടെ എന്താണ് ഉണ്ടാകുന്നത്, ഡിജിറ്റൽ ലെഡ്ജറിംഗ് ആണ്. ഡിജിറ്റൽ അസറ്റുകളുടെ ഒരു ലെഡ്ജറിംഗ് ഫോം ആണ് ബ്ലോക്ക് ചെയിനിൽ ഉണ്ടാകുന്നത് എന്നത് നമ്മൾ വസ്തുത മനസ്സിലാക്കുക. ഒരു ഡിജിറ്റൽ അസറ്റുകൾ ലോഡ് ചെയ്യപ്പെട്ട ആ ഒരു കണ്ടന്റ് ഒരു സെർവറിൽ ഉള്ളതുപോലെ ഒരുപാട് സെർവറുകൾ ഉണ്ടാവും, അതിന്റെ ഒരു നോഡുകളായിട്ട്. അല്ലെങ്കിൽ ഒരു സെർവറിന് മീൻസ് ഒരുപാട് സെർവേഴ്സിന് നോഡുകൾ എന്നാണ് പറയുക. ആ നോഡുകളിൽ എന്ത് ചെയ്യുന്നു, സെക്യൂർ ആയിട്ട് ഒരു വ്യക്തികൾക്കും ഒന്നും ചെയ്യാത്ത രീതിയിൽ ഓരോ ക്രിപ്റ്റോ കറൻസിയും ക്രിപ്റ്റോഗ്രാഫി അധിഷ്ഠിതമായിട്ട് റൺ ചെയ്യുന്ന രീതിയിൽ ഓരോ എലമെന്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ ഡിജിറ്റലായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അത് കൺട്രോൾ ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ ആണ് എങ്കിൽ, 2008 ക്രിപ്റ്റോ കറൻസി മാത്രമാണ് ബ്ലോക്ക് ചെയിൻ കൺട്രോൾ ചെയ്യുന്നത് എങ്കിൽ ഇന്ന് പല ഗവൺമെന്റിന്റെ അതോറിറ്റികളും അല്ലെങ്കിൽ ഫിറോദാബാദ് പോലീസ് സ്റ്റേഷന്റെ എന്താ പറയാ ക്രൈം ഫയൽ അല്ലെങ്കിൽ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ബ്ലോക്ക് ചെയിനിലേക്കാണ് എന്നുള്ളതാണ്. അപ്പൊ ബ്ലോക്ക് ചെയിനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ലെഡ്ജറിങ്ങൾ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. സോ നമ്മുടെ പ്രൊജക്റ്റും റൺ ചെയ്യുന്നത് വേൾഡിലെ പോപ്പുലർ ആയിട്ടുള്ള പോളിഗൺ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രൊജക്ട് റൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. കോയിൻ ഫോർജിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു എയിംസും അതേപോലെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു വിഷനും മിഷനും പറയുകയാണെങ്കിൽ ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന 100% സ്മാർട്ട് കോൺട്രാക്ട് കോഡിങ്ങിലൂടെ റൺ ചെയ്യുന്ന ഒരു ഡീസെൻട്രലൈസ് മെത്തേഡിൽ റൺ ചെയ്യുന്ന ഒരു പ്രൊജക്ട് തന്നെയാണ്. ഇതിന്റെ വിഷനും മിഷൻ എന്ന് പറയുകയാണെങ്കിൽ 100 കോടി ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ആ കമ്മ്യൂണിറ്റിയിലെ ഭാഗമായി നിൽക്കുന്നവർക്ക് അതിന്റെ ഒരു അസറ്റുകൾ വിതരണം ചെയ്യുകയും
അതിലൂടെ ഒരുപാട് വരുമാനങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു പ്രൊജക്ട് തന്നെയാണ് ഇത് കോയിൻഫോർജ് എന്ന് പറയുന്നത്. ഇത് റൺ ചെയ്യുന്നത് 100% ഇത്തേറിയത്തിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിരിക്കുന്ന പോളിഗൺ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനിലാണ് ഇത് റൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിൽ കിട്ടുന്ന വരുമാനങ്ങൾ ഇൻസ്റ്റന്റ് പേ ഔട്ട് ആണ്. ഒരു നിമിഷവും ഒരു വ്യക്തിയെയും നമ്മൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഓൺ വാലറ്റിലൂടെയാണ് ഈ പ്രൊജക്ട് റൺ ചെയ്യുന്നത്. ബ്ലോക്ക് ചെയിൻ റൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ ബ്ലോക്ക് ചെയിൻ വാലറ്റുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഈ പ്രോഗ്രാം റൺ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനെറ്റിന്റെ വാലറ്റ് ആണ്. നമുക്ക് സാധാരണ എല്ലാ വ്യക്തികൾക്കും വാലറ്റ്സുകൾ ഉണ്ടാവും. എന്തിനാണ്? ഫിസിക്കൽ മണി സ്റ്റോർ ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ കീപ്പ് ചെയ്താൻ വേണ്ടിയിട്ടാണ് വാലറ്റുകൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഡിജിറ്റൽ മണികൾ യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാലറ്റുകളാണ് ഏത്? ഡീസെൻട്രലൈസ്ഡ് വാലറ്റുകൾ, ഡിജിറ്റൽ വാലറ്റ് എന്ന് പറയുന്നത്. പോളിഗൺ പോലെയുള്ള ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്ന ഏത് ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്ന പ്രൊജക്റ്റിലേക്കും റൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന അല്ല ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വാലറ്റുകളാണ് നമുക്ക് ഇവിടെ അവൈലബിൾ എന്നുള്ളത്. ഇവിടെ പറയുന്നു നമ്മുടെ പ്രൊജക്ട് 100% ഡീസെൻട്രലൈസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെൻട്രൽ അതോറിറ്റി അല്ല കൺട്രോൾ ചെയ്യുന്നത്. ഒരു 3ഓളം UK ബേസ്ഡ് ഡെവലപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്മാർട്ട് കോൺട്രാക്ട് കോഡിങ്ങിലൂടെ റൺ ചെയ്യുന്നത്. എന്ത് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് കോൺട്രാക്ട് എന്ന് വെച്ചാൽ ഒരു ഡിജിറ്റൽ അഗ്രിമെന്റിലൂടെ വൺസ് ഒരു ഡിജിറ്റൽ അഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കോഡിംഗ് രൂപത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഏത് ബ്ലോക്ക് ചെയിൻ ആണ് യൂസ് ചെയ്ത് ആ പ്രൊജക്ട് റൺ ചെയ്യുന്നത് ആ ബ്ലോക്ക് ചെയിനിലേക്ക് അത് സ്റ്റോർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി പോലും വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ യാതൊരു മാറ്റത്തിരുത്തുകൾ വരുത്താൻ പറ്റില്ല എന്നുള്ളതാണ് ആ ഒരു പ്രൊജക്ടിന്റെ പ്രത്യേകത. അതേ രീതിയിലാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ കോയിൻഫോർജും ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് 100% ഡീസെൻട്രലൈസ് ആണ്. സെൻട്രൽ അതോറിറ്റിക്ക് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ, എന്നാൽ അതിലേക്കുള്ള അപ്ഡേഷനുകൾ ആക്സസുകൾ വെബ്സൈറ്റുകൾക്ക് മാത്രം കൺട്രോളിലെ രീതിയിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ആ പ്രൊജക്ട് റൺ ചെയ്യുന്നത് എങ്കിൽ ഒരിക്കലും ഒരു സ്കാമേഴ്സോ അല്ലെങ്കിൽ ഒരു ഡെവലപ്പേഴ്സിന് നാളെ പൂട്ടിയിട്ട് ഷട്ടർ ഇട്ടിട്ട് പോകുന്ന ഒരു അവസ്ഥയിലോ എവിടെയില്ല, ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി ഇല്ല എന്നുള്ളതാണ്. പിന്നെ സെക്യൂർ ആൻഡ് ട്രാൻസ്പെറന്റ് ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ പോളിഗൺ ബ്ലോക്ക് ചെയിൻ പോലെയുള്ള ഏതൊരു ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ബ്ലോക്ക് ചെയിൻ ഒരു വ്യക്തിയുടേതല്ല. ഇത് ഡെവലപ്പർ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ വംശജനാണെങ്കിലും ഇത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പ്രൊജക്ടിനെ ബൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്തേറിയത്തിന്റെ വിറ്റാരിയോ ബുട്ടൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബ്ലോക്ക് ചെയിൻ അവർ ആക്സസ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ഈ പ്രൊജക്ട് റൺ ചെയ്യുന്നത് UK ബേസ്ഡ് ഡെവലപ്പേഴ്സ് ആണെങ്കിലും ഇത് റൺ ചെയ്യുന്നത് പോളിഗൺ എന്ന് പറയുന്ന വേറൊരു ബ്ലോക്ക് ചെയിൻ ആണെങ്കിലും ഇതിന്റെ ട്രാൻസാക്ഷൻ എലമെന്റ് USDT, US ഡോളറിന് ഇക്വലന്റ് ആയിട്ടുള്ള ഡോളേഴ്സ് USDT ടെതർ യൂസ് ചെയ്ത് റൺ ചെയ്യുന്ന ട്രാൻസാക്ഷൻ എലമെന്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നതെങ്കിലും ഇവിടെ എവിടെ നിന്നുകൊണ്ടും ഈ ലോകത്തിൽ ആർക്ക് വന്നുകൊണ്ടും ഗ്ലോബലി ആക്സസിബിലിറ്റി ഉള്ള ഒരു പ്രൊജക്ട് തന്നെയാണ്. എവിടെ ഇരുന്നുകൊണ്ടും വരുമാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന, അത് പാസീവായിട്ടും ആക്റ്റീവായിട്ടും മീൻസ് നമ്മൾ ചെയ്തതിന്റെ പ്രവൃത്തിയിലൂടെയും നമ്മുടെ കമ്മ്യൂണിറ്റിയിലൂടെ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയും വരുമാനങ്ങൾ കിട്ടുന്ന 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ് കോയിൻഫോർജ് എന്ന് പറയുന്നത്. കൂടാതെ നമ്മൾ അതിന്റെ റോയൽറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോയൽ കസ്റ്റമർക്ക് കിട്ടുന്ന ഇൻകം, ഈ ഒരു പ്രൊജക്ടിന്റെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് 100% ഒരു ടൈം പീരീഡിൽ ശേഷം ഒരു സാലറി രൂപത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഗുണത്തിൽ കിട്ടുന്ന റോയൽറ്റി ഇൻകം കിട്ടുന്ന ഒരു പ്രൊജക്റ്റും കൂടിയാണ് ഇത് കോയിൻഫോർജ് എന്ന് പറയുന്ന പ്രൊജക്ട്. ഇവിടെ പറയുകയാണെങ്കിൽ ഒരു റോഡ് മാപ്പ്, ഇവരുടെ റോഡ് മാപ്പ് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. കിക്ക് ഓഫ് മാർച്ചിലാണ് എന്ന് പറഞ്ഞാൽ മാർച്ച് 10-നാണ് ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും ഇതിന്റെ ആദ്യത്തെ പ്രൊജക്ട് ആയിരിക്കുന്ന ഫോർജ് റൈസ് എന്ന് പറയുന്ന പ്രൊജക്ട് സ്റ്റാർട്ട് ആയിരിക്കുന്നത് എപ്പോഴാണ്? മാർച്ച് 13-നാണ്. അതിൽ ആദ്യത്തെ സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്ന 6 സ്മാർട്ട് കോൺട്രാക്ടുകളാണ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ റൊട്ടേഷൻ ചെയ്യുന്നുണ്ട്. മൊബൈൽ യൂസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഒന്ന് സ്ക്രീൻ റൊട്ടേഷൻ ചെയ്യാം. സോ കിക്ക് ഓഫ് എന്ന് പറയുന്നത് ഫോർജ് റൈസ് എന്ന് പറയുന്ന ആദ്യത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് മാർച്ച് മാസത്തിലാണ്, മാർച്ച് 13-നാണ് സ്റ്റാർട്ട് ചെയ്തത്. അടുത്ത ഇതിന്റെ പ്രീമിയം കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രീമിയം സ്മാർട്ട് കോൺട്രാക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫോർജ് റൈസ് എന്ന് പറയുന്ന പ്രീമിയം ലെവല് Q3-ലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ Q3 എന്ന് പറയുന്നത് ഒരു Q3 ആണ്. ഒരു 3 മാസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്ത പ്രൊജക്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ 6ഉം 7ഉം 8ഉം എന്ന് പറയുന്ന നെക്സ്റ്റ് സ്മാർട്ട് കോൺട്രാക്റ്റുകൾ. നമ്മൾ പറഞ്ഞു ഇതിന്റെ മൈനിങ്ങിലൂടെ നമുക്ക് ക്രിപ്റ്റോ കറൻസി ഏൺ ചെയ്യാം. പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു 3 ഏരിയയിൽ നിന്ന് നമുക്ക് ക്രിപ്റ്റോ കറൻസികൾ ഏൺ ചെയ്യാം. ഒന്ന് മൈനിങ്ങിലൂടെയാണ്, സ്വയം നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾക്ക്, അല്ലെങ്കിൽ സ്വയം ഒരു ക്രിപ്റ്റോ കറൻസി ഉണ്ടാക്കി അതിനൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി അത് മാർക്കറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മേഖലയാണ് മൈനിങ് എന്ന് പറയുന്നത്. അത് ഹ്യൂജ് ഓഫ് എമൗണ്ട് നമ്മൾക്ക് റിസ്ക് ആണ്, നമുക്ക് അത്രയും എമൗണ്ടുകൾ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ പ്രധാനമായും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു മേഖലയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങലുകളാണ്. ഒരാൾ വാങ്ങുക, വേറൊരു വ്യക്തികൾ എന്ത് ചെയ്യുക, വിൽക്കുക. എന്തിനാണ് വാങ്ങുന്നത്? എന്തെങ്കിലും ഒരു പ്രൊജക്റ്റിലേക്ക് യൂസ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ അതിനൊരു വില ക്രിയേറ്റ് ആവും എന്നുള്ള ഉറപ്പിൻ മേലാണ് അത് വാങ്ങി ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ഏതൊരു ക്രിപ്റ്റോ കറൻസിയും ഇന്ന് മാർക്കറ്റിൽ നിലനിൽക്കണമെങ്കിൽ അതിന് വ്യക്തമായ ഒരു പ്രൊജക്റ്റ് ഇല്ലാതെ ഒരിക്കലും നിലനിന്ന് പോവില്ല എന്നാണ് മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റ് ആണ് നമ്മുടെ കോയിൻഫോർജ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട്.
കോയിൻ ഫോർജിനും വ്യക്തമായ ഒരു മിഷൻ ഉണ്ട്. ഒരു ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യുന്നതിന്റെ ഭാഗമായി ആ ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്ത് റൺ ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ ബാക്കെൻഡിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന്റെ മെയിൻ ഉദ്ദേശം എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ക്രിപ്റ്റോ കറൻസി ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരുപാട് കമ്മ്യൂണിറ്റികൾ ഉണ്ടാവുകയും ആ കമ്മ്യൂണിറ്റിയുടെ കയ്യിൽ തീർച്ചയായിട്ടും ആ ക്രിപ്റ്റോ കറൻസി അസറ്റ് ആയിട്ട് ഉണ്ടാവുകയും നാളെ ഇതൊരു വലിയൊരു പ്രൈസിലേക്ക് എത്തുന്ന സമയത്ത് ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവുകയും ആ ഹോൾഡ് ചെയ്ത വ്യക്തികളിൽ നിന്ന് ക്രിപ്റ്റോ കറൻസികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ബാക്കെൻഡിൽ ക്രിയേറ്റ് ആവുകയും അങ്ങനെ ഒരുപാട് കമ്മ്യൂണിറ്റികൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് പ്രോഗ്രാമുകളിലേക്ക് ആ കമ്മ്യൂണിറ്റിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമുക്ക് കിട്ടിയിരിക്കുന്ന ബൈബാക്ക് ടോക്കണുകൾ യൂസ് ചെയ്തുകൊണ്ട് ഇതിന്റെ ക്രിപ്റ്റോ കറൻസികൾ ഏൺ ചെയ്യുവാനും ആ ക്രിപ്റ്റോ കറൻസികൾ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ നാളെ അത് വലിയൊരു രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അസറ്റുകൾ, ഫിക്സഡ് അസറ്റുകൾ വലിയൊരു ഗ്രോത്തിലേക്ക് എത്തുന്ന ഒരു പ്രൊജക്റ്റും കൂടിയാണ് ഇത് കോയിൻ ഫോർജ് എന്ന് പറയുന്നത്. ഇവിടെ മൈനിങ് സപ്ലൈയിലൂടെ ഏകദേശം 100 കോടി ക്രിപ്റ്റോ കറൻസിയാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൽ 30 കോടി ഇതിന്റെ ലോയൽ കസ്റ്റമർക്ക് അവർ ചെയ്യുന്ന സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ അവർക്ക് കിട്ടുന്ന വരുമാനങ്ങളായിട്ടാണ് അവിടെ പോകുന്നത് എങ്കിൽ ആ കിട്ടുന്ന അതിന് ബൈബാക്ക് ആയിട്ട് ഇതിന്റെ ഒരു എനർജി ടോക്കണുകൾ കിട്ടുകയും അത് Q4 വരാൻ വേണ്ടി പോകുന്ന എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ അത് ഓൺ ക്രിപ്റ്റോ കറൻസി ആയിട്ട് മാറ്റാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് അവിടെ വരുന്നത് എങ്കിൽ ഇവിടെ മൈനിങ്ങിലൂടെ സപ്ലൈ ചെയ്തിരിക്കുന്ന ക്രിപ്റ്റോ കറൻസി കോയിൻ ലിസ്റ്റിംഗ് Q4 ഡിസംബർ മാസത്തിൽ അത് എന്ത് ചെയ്യും 2025 ലിസ്റ്റ് ചെയ്യുകയും അത് 0.50 മൈനിങ്ങിലൂടെ സപ്ലൈ നടക്കുന്നുണ്ടെങ്കിൽ 0.50 ഫ്രീ ആയിട്ട് എയർ ഡ്രോപ്പിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്മാർട്ട് കോൺട്രാക്ടിന്റെ ബൈബാക്ക് ടോക്കണിലൂടെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കോയിൻ ലിസ്റ്റിംഗ് ചെയ്യലോടുകൂടി ബൈനാൻസ് പോലെയുള്ള എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യപ്പെടുകയും നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ബൈബാക്ക് ടോക്കണുകൾ അവിടുന്ന് ക്യാഷ് ആക്കി മാറ്റുക അല്ലെങ്കിൽ ഡോളറാക്കി മാറ്റുവാനും പറ്റുന്ന ഒരു പ്രൊജക്ട് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ റോയൽറ്റി കിട്ടുന്ന ഒരു മേഖലയും കൂടി ഇതിലുണ്ട്. വെച്ചാൽ ഇതിന്റെ ലോയൽ കസ്റ്റമർക്ക്, ഏതൊരു പ്രൊജക്ടിന്റെയും ലോയൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി മൊമെന്റം പീരീഡ് വരെ നിൽക്കുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻകം ആണ് ഇത് റോയൽറ്റി എന്ന് പറയുന്നത്. കൂടാതെ നമുക്ക് കിട്ടുന്ന റോയൽറ്റി എന്ന് പറയുന്ന മാർക്കറ്റ് പ്ലേസിലൂടെ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് NFT രൂപത്തിലാണ് അതിന്റെ നോൺ ഫഞ്ചബിൾ ടോക്കൺ ആയിട്ട് നമുക്കത് കിട്ടുന്നതെങ്കിൽ ആ കിട്ടുന്ന ടോക്കണുകൾ നമ്മൾക്ക് വിറ്റുകൊണ്ട് എന്ത് ചെയ്യാം, മാർക്കറ്റ് പ്ലേസിലൂടെ ഓപ്പൺ സീ മാർക്കറ്റിൽ വെക്കുന്നത് പോലെ വെക്കാനുള്ള ഒരു പ്രോഗ്രാമും കൂടി ഇതിന്റെ ബാക്കെൻഡിൽ വരുന്നുണ്ട്. കൂടാതെ ഗെയിമിംഗ് പോലെയുള്ള പ്രോഗ്രാമുകൾ ജനുവരി മാസത്തില് ശേഷം അവിടുന്ന് Q2 എന്ന് പറയുന്ന 3 മാസം അവിടുന്ന് അങ്ങോട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ ഏകദേശം 20ഓളം പ്രൊജക്ടുകൾ ബാക്കെൻഡിൽ വരാനിരിക്കുന്ന ഒരു അടിപൊളി അല്ലെങ്കിൽ അത്ര ഡീസെൻട്രലൈസ് ഒരു വ്യക്തിനെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് വരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്ട് തന്നെയാണ് കോയിൻ ഫോർജ് എന്ന് പറയുന്നത്. ഇതിന്റെ ആദ്യത്തെ പ്രൊജക്ടിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോർജ് റൈസ് ആണ്. ഫസ്റ്റ് റെഫറൽ പ്രോഗ്രാം ആണ് കോയിൻ ഫോർജിന്റെ ആദ്യത്തെ റെഫറൽ ലേണിംഗ് പ്രോഗ്രാം ആണ്, അല്ലെങ്കിൽ അഫിലിയേഷൻ പ്രോഗ്രാം ആണ്, അല്ലെങ്കിൽ സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ നമുക്ക് ക്രിപ്റ്റോ കറൻസി ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊജക്റ്റും കൂടിയാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെയും എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ ക്രിപ്റ്റോ കറൻസികൾ ഏൺ ചെയ്യാം. ആ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊജക്റ്റും കൂടിയാണ് ഫോർജ് റൈസ് എന്ന് പറയുന്നത്. ഫോർജ് റൈസ് 2 മെട്രിക്സിലാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ഒന്ന് 5Gen മെട്രിക്സിലും ഒന്ന് ഗ്ലോബൽ ഷെയർ മെട്രിക്സിലും. ഇതിന് 2 തരത്തിലാണ് ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതെങ്കിൽ ഇവിടെ 100% ഏത് സ്മാർട്ട് കോൺട്രാക്ട് യൂസ് ചെയ്തിട്ടാണോ നമ്മൾ ഏൺ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഇൻസ്റ്റന്റ് പേ ഔട്ട് നമ്മൾക്ക് നമ്മളുടെ ഓൺ വാലറ്റിലേക്ക് അറ്റ് എ ടൈം. റെഫറൽ ഇൻകം ആണെങ്കിൽ 40%, ലെവൽ ഇൻകം ആണെങ്കിൽ 5 ലെവലിന് 8%. കൂടാതെ ആ 5 ലെവൽ ഇൻകം തന്നെ ടോട്ടലി നമ്മൾ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് 656K USDT എന്ന് വെച്ചാൽ ഏകദേശം 6 കോടി സംതിങ് 1 CR എബോ ഉണ്ട് ക്രിപ്റ്റോ കറൻസികൾ ഏൺ ചെയ്തുകൊണ്ട് നമുക്ക് വരുമാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആണ് 5Gen മെട്രിക്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ റോയാലിറ്റി ഇൻകവും അതേപോലെ പ്രൊഡക്റ്റ് ഫണ്ടിലേക്ക് 20% എന്ത് ചെയ്യുന്നുണ്ട് 5Gen മെട്രിക്സിൽ എന്ന് പറയുന്ന സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെയും ഡിസ്ട്രിബ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ അത് 100% തിരിച്ചും ഇതിന്റെ ലോയൽ കസ്റ്റമർക്ക് തിരിച്ച് കൊടുക്കുന്ന അതേ മെത്തേഡിലാണ് ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് അടുത്തൊരു ബ്യൂട്ടി സ്മാർട്ട് കോൺട്രാക്ട് ആണ് ഗ്ലോബൽ ഷെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബലി എവിടുന്ന് നിന്നും ഒരു വ്യക്തി ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി നിന്ന് കഴിഞ്ഞാൽ 100% എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ വ്യക്തികൾക്കും 100% എത്രയാണോ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ അവിടെ ഡിസൈൻ ചെയ്ത് കോഡിങ്ങിലൂടെ സിസ്റ്റമാറ്റിക് സ്മാർട്ട് കോൺട്രാക്ട് ചെയ്തു വെച്ചിരിക്കുന്നത് അത് 100% 40% ലെവലിൽ റെഫറൽ ഇൻകം 100% ആ കമ്മ്യൂണിറ്റിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്ട് ആണ് ഇത്. ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആണ് ഇത് ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്നത്. ഗ്ലോബൽ ഷെയറിൽ അൺലിമിറ്റഡ് ആയിട്ട് അൺകണ്ടീഷണൽ ആയിട്ട് 40% എന്ത് ചെയ്യാം റെഫറൽ ഇൻകം നേടാം. കൂടാതെ ആ സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ ഗ്ലോബലി നമ്മൾക്ക് ഗ്ലോബൽ ഷെയർ ഇൻകം നേടാം. കൂടാതെ അതിൽ നിന്ന് ഒരു 20% ആ സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെയും ഒരു 20% നമുക്ക് ലോയൽ കസ്റ്റമർക്ക് ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു മേഖലയിലേക്ക് Q3ലേക്ക് Q1ലേക്ക് 2026 മാറ്റി വെക്കപ്പെടുന്നു എന്നുള്ളതാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്,
ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്ട് ഫിഗർ ഡിസൈൻ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞു 5 ജെൻ മെട്രിക്സിലും ഗ്ലോബൽ ഷെയർ മെട്രിക്സിലും. ടോട്ടലി 9 സ്മാർട്ട് കോൺട്രാക്ടുകളാണ് ഇവിടെ ഉള്ളതെങ്കിൽ ഒന്നാമത്തെ സ്മാർട്ട് കോൺട്രാക്ടിന്റെ വില നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിഗറിൽ ഇവിടെ ഡിസൈൻ ചെയ്തതെങ്കിൽ ഒന്നാമത്തെ സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത് $50 സ്മാർട്ട് കോൺട്രാക്ട് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ മണി 4500 രൂപ. അങ്ങനെ പറഞ്ഞു 9 സ്മാർട്ട് കോൺട്രാക്റ്റിൽ പ്രീമിയം സ്മാർട്ട് കോൺട്രാക്റ്റുകളും സ്റ്റാൻഡേർഡ് സ്മാർട്ട് കോൺട്രാക്റ്റുകളാണ് ഇവിടെ ടോട്ടലി ഉള്ളതെങ്കിൽ 1 മുതൽ 6 വരെ ഒരു സ്റ്റാൻഡേർഡ് സ്മാർട്ട് കോൺട്രാക്റ്റുകളും ശേഷം വരാൻ പോകുന്ന Q3 വരാൻ വേണ്ടി പോകുന്നതാണ് 7, 8, 9. അതും അല്ല ഇതിന്റെ പ്രത്യേകത, ഓരോ സ്മാർട്ട് കോൺട്രാക്റ്റുകളും യുണീക്ക് ആണ്, യുണീക്ക് ട്രീ ആണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇതിന്റെ ആഡ് ഓൺ ചെയ്യുന്നതിലൂടെ ഈ സ്മാർട്ട് കോൺട്രാക്റ്റുകൾക്ക് യാതൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾക്ക് കിട്ടേണ്ട വരുമാനങ്ങൾ 100% എന്താണോ ഈ കോഡിങ്ങിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് അത് 100% നമ്മളിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ $50 എന്ന് പറഞ്ഞ ലെവൽ 1 ആദ്യത്തെ സ്മാർട്ട് കോൺട്രാക്ടിന്റെ പ്രൈസ് ആണെങ്കിൽ ഈ $50 നേരത്തെ പറഞ്ഞു 40% റഫറൽ ഇൻകം, ഞാൻ ഇതിന് മുന്നത്തെ സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട്. റഫറൽ ഇൻകം 40% എന്ത് ചെയ്യുന്നുണ്ട്, 50ന്റെ 40% ആരുടെ ഡീസെൻട്രലൈസ് ലിങ്ക് യൂസ് ചെയ്തിട്ടാണോ ഒരു വ്യക്തി ഈ പ്രൊജക്റ്റിലേക്ക് വരുന്നത് ആ വ്യക്തിക്ക് ഓൺ ദി സ്പോട്ട് എന്ത് ചെയ്യും, 40% ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുന്ന ഒരു സ്മാർട്ട് കോൺട്രാക്ട് കോഡിംഗ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. എന്ന് വെച്ചുകൊണ്ട് ഈ ഡെവലപ്പർ അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിനെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മാറ്റത്തിരുത്തലുകൾ വരുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതിനു മുന്നേ നമ്മൾക്കൊരു എക്സാമ്പിൾ ഉള്ളതാണ്, സെൻട്രലൈസ് കൺസെപ്റ്റിൽ റൺ ചെയ്യുന്ന ഒരു ഒരു ആപ്ലിക്കേഷൻ ആണ് ഗൂഗിൾ പേ എന്ന് പറയുന്നത്. ഗൂഗിൾ പേ നമ്മൾക്ക് സസുലഭമായിട്ട് അറിയാം. എന്ത്, ഗൂഗിൾ പേ വന്നിരിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 100 ആൾക്കാരിലേക്കോ 200 ആൾക്കാരിലേക്കോ ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നവർക്ക് അവിടെ അഫിലിയേഷൻ ലിങ്ക് അല്ലെങ്കിൽ റഫറൽ വരുമാനം കൊടുക്കുന്ന ഒരു കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു രീതിയിൽ തന്നെയാണ് അന്ന് ഗൂഗിൾ പേ ചെയ്തതെങ്കിൽ അതിൽ സെൻട്രൽ അതോറിറ്റികളാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്, അവരാണ് നമുക്ക് വരുമാനങ്ങൾ തരുന്നത് എങ്കിൽ ഇവിടെ ഒരിക്കലും ഒരു സെൻട്രൽ അതോറിറ്റി അല്ല, ഒരു ഡീസെൻട്രലൈസ് മെത്തേഡിലാണ് ഇതിലൂടെ വരുമാനം ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ 50ന്റെ 40% എന്ന് പറഞ്ഞാൽ ഏകദേശം $20 എന്ത് ചെയ്യും, നമ്മൾ റഫറൽ ലിങ്ക് യൂസ് ചെയ്തിട്ട് ആര് ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 100% ആയിട്ട് 40% ഒരു ഷെയർ അല്ലെങ്കിൽ 50ന്റെ 40% എന്ന് പറഞ്ഞാൽ ഒരു $20 നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ വാലറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, വരുന്നുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ഇത് 5 ജെൻ മെട്രിക്സിൽ റൺ ചെയ്യുന്നതുകൊണ്ട് 5 ലെവലിൽ നിന്ന് നമുക്ക് എന്തുണ്ടാവും, 8% ഇതിലൂടെ വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. 8% വരുമാനം കിട്ടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 50ന്റെ 8% എന്ന് വെച്ചാൽ $4. അതിന്റെ അതേ ഡ്യൂപ്ലിക്കേഷൻ ആണ് $100 വരുന്നത്. എന്ന് വെച്ചാൽ $100ന്റെ 40% എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, $40 നമുക്ക് വരുമാനം കിട്ടുകയും 5 ലെവൽ മെട്രിക്സിൽ നിന്ന് ഒരു 8% ഒരു ഷെയർ നമുക്ക് കിട്ടിയാൽ തന്നെ 8% കിട്ടുന്ന സമയത്ത് $8 നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് 5 ലെവലിലേക്ക് എന്തുണ്ടാവും, ഈ $8 ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുന്നുണ്ടെങ്കിൽ $40 5 ആൾക്കാർക്ക് വരുമാനങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ഈ 50ന്റെ ആയാലും 100ന്റെ ആയാലും 150ന്റെ ആയാലും എല്ലാത്തിന്റെയും ഒരു 20% എന്തുണ്ടാവും, ലോയൽറ്റി കസ്റ്റമർക്ക്, മീൻസ് ഈ കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തികൾക്ക് തന്നെ നാളെ ബൈബാക്ക് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്ന ഒരു ഇൻകം ആണ് റോയൽറ്റി ഇൻകം എന്ന് പറയുന്നത്. ആ റോയൽറ്റി ഇൻകം എന്ത് ചെയ്യും, 100%, 20%, അതേപോലെ എത്രയാണോ ആ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ എലിജിബിലിറ്റി ആയിരിക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ലോയൽ കസ്റ്റമർക്ക് എന്ത് ചെയ്യും, 100% ഡിസ്ട്രിബ്യൂട്ട് ആവുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ മൂന്നാമത്തെ സ്മാർട്ട് കോൺട്രാക്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്ലോബൽ ഷെയർ ആണ്. ഗ്ലോബൽ ഷെയർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വേൾഡിൽ നിന്ന് എവിടുന്ന്, ഈ ദുനിയാവ് എന്ന് പറയാം അല്ലെങ്കിൽ ഈ വേൾഡ് എന്ന് പറയാം, ഈ ലോകത്തിന്റെ എവിടുന്ന് നിന്നോ ഒരു മുക്കുന്ന മൂലയിൽ നിന്നോ ഒരു എൻട്രി ഈ കോയിൻ ഫോർജ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റിലേക്ക് ആരെ ഡീസെൻട്രലൈസ് ലിങ്ക് യൂസ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ഈ കോയിൻ ഫോർജിന്റെ ഡീസെൻട്രലൈസ് ലിങ്ക് യൂസ് ചെയ്തിട്ട് വന്നിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് ആരിൽ നിന്നായി കഴിഞ്ഞാലും അതിന്റെ ഒരു ഷെയർ 100% എന്ത് ചെയ്യുന്നുണ്ട്, ആ കമ്മ്യൂണിറ്റിയിൽ എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ കോൺട്രാക്ടിന്റെ 40% ഞാൻ നേരത്തെ പറഞ്ഞു റഫറൽ ഇൻകം കിട്ടുന്നതും കൂടാതെ 40% 150ന്റെ 40% ഇത് 40% എന്ന് വെച്ച് കഴിഞ്ഞാൽ $60 എന്ത് ചെയ്യുന്നുണ്ട് ഈ കമ്മ്യൂണിറ്റിയിൽ. ഇപ്പൊ ഉദാഹരണം 100 ആളാണെങ്കിൽ 100 ആൾക്കാരിലേക്കും ഇക്വലന്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 100ാമത്തെ ഒരു വ്യക്തി അസോസിയേറ്റ് ശേഷം 101ാമത്തെ ഒരു വ്യക്തി ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഈ വേൾഡിൽ നിന്ന് എവിടുന്ന് എൻട്രി അടിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഗ്ലോബൽ ഷെയർ ലെവൽ 3ന്റെ ഒരു 40% എന്ന് പറയുന്നത് $60 ഈ 100 ആൾക്കാരിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഇക്വലന്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വന്ന വ്യക്തിക്ക് കൂടുതലും രണ്ടാമത്തെ വ്യക്തിക്ക് കുറവ് മൂന്നാമത്തെ വ്യക്തിക്ക് കുറവ് എന്നുള്ള രീതിയിലല്ല, ആര് ആ സ്റ്റാൻഡപ്പ് ആ സ്റ്റെപ്പ് മുതൽ അങ്ങോട്ടേക്ക് ആരാണോ കയറി ചെല്ലുന്നത് എല്ലാവർക്കും വരുമാനങ്ങളാണ്. അതേ പടിയാണ് നമ്മുടെ സ്മാർട്ട് കോൺട്രാക്ടിന്റെ 4ാമത്തതും 5ാമത്തതും 6ാമത്തതും. 4ഉം 5ന്റെ പ്രത്യേകത 5 ജെൻ മെട്രിക്സിലൂടെയാണ് റൺ ചെയ്യുന്നതെങ്കിൽ 6ാമത്തത് റൺ ചെയ്യുന്നത് ഗ്ലോബൽ ഷെയർ ആണ്.
നമ്മൾക്കിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വ്യക്തി $1050 ആണ് ഈ 6 സ്മാർട്ട് കോൺട്രാക്ടിന് സ്പെൻഡ് ചെയ്തിട്ട് വരുന്നത് എങ്കിൽ 1050ന്റെ 40% എന്ന് പറയുന്നത് ഏകദേശം $420 അറ്റ് എ ടൈം 40,000 രൂപയുടെ അടുത്ത് വരുമാനമായി. കൂടാതെ 5 ലെവൽ മെട്രിക്സിന്റെ ഇൻകം 8% കിട്ടുന്ന സമയത്ത് ഈ 1050ന്റെ നിന്നുള്ള മെട്രിക്സ് ഇൻകം കിട്ടുന്നത് ഒന്നാമത്തെ ലെവലിലെ 1ന്റെയും 2ന്റെയും 4ന്റെയും 5ന്റെയും വാല്യൂ എന്ന് പറയുന്നത് $600 ആണ്. $600ന്റെ 40% എന്ന് പറയുന്നത് ഏകദേശം $240 ആണ്. ഈ $240 5 ലെവലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആവുന്ന സമയത്ത് ഓരോ വ്യക്തികൾക്കും ഏകദേശം $48 വെച്ച് ആ നെറ്റ്വർക്കിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പാസീവായിട്ടും ആക്റ്റീവായിട്ടും ഇൻകം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഗ്ലോബൽ ഷെയർ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുന്നത് എക്സ് എന്ന് പറയുന്നത് ഞാനാണെന്ന് വിചാരിക്കാം. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്ന എനിക്ക് ഫസ്റ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന 5 ഡയറക്റ്റ് റെഫറൻസ് മാത്രമാണ് എന്റെ ആദ്യത്തെ നെറ്റ്വർക്കിൽ വന്ന് പ്ലേസ് ആവുക. മീൻസ് ജനറേഷൻ പ്ലേസ്മെന്റ് പ്രകാരം 5 ഡയറക്റ്റ് റെഫറൻസ് ആണ് വന്ന് കണക്ട് ആവുന്നതെങ്കിൽ ഈ 5ലൂടെയാണ് അടുത്ത നെറ്റ്വർക്കുകൾ എന്ത് ചെയ്യുന്നത്, ഇറങ്ങി പോകുന്നത് എങ്കിൽ ഓരോ നെറ്റ്വർക്കിൽ നിന്നും നമ്മൾക്ക് എന്ത് കിട്ടുന്നുണ്ടാവും, ഈ 1050ന്റെ ഡ്യൂപ്ലിക്കേഷൻ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 1050ന്റെ ഡ്യൂപ്ലിക്കേഷൻ പ്രകാരം $600 40% കളക്ഷൻ ആയതോടുകൂടി 5 ആൾക്കാരിലൂടെ നമുക്ക് കിട്ടുന്ന സമയത്ത് ഓരോ വ്യക്തിയിൽ നിന്ന് $48 കിട്ടുന്ന സമയത്ത് ഏകദേശം $1200 അടുത്ത് നമുക്ക് വരുമാനം കിട്ടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് എത്രയാണോ നമ്മളെ നെറ്റ്വർക്കിലേക്ക് കണക്ഷൻ ആകുന്നത് അതിനനുസരിച്ച് നമുക്ക് വരുമാനം. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ 5 ഡയറക്റ്റ് റെഫറൽ ഞാൻ വെച്ച് കഴിഞ്ഞാൽ ആ 5ന്റെ ഡ്യൂപ്ലിക്കേഷൻ അവിടെ നടക്കുന്ന സമയത്ത് സെക്കൻഡ് ലെയറിലേക്ക് ഇറങ്ങുന്ന സമയത്ത് 25 ആൾക്കാരും, നെക്സ്റ്റ് ലെയറിലേക്ക് ഇറങ്ങുന്ന സമയത്ത് 125 ആൾക്കാർ, നെക്സ്റ്റ് ലെയറിലേക്ക് ഇറങ്ങുന്ന സമയത്ത് 600. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നതാണ്, ഞാൻ എന്ന വ്യക്തിക്ക് എത്ര റെഫറലും ഇവിടെ വെക്കാം. ഞാൻ എന്ന വ്യക്തി എത്ര റെഫറൽ വെക്കുന്നതിലൂടെയും എന്റെ 5 നെറ്റ്വർക്കിൽ കണക്ട് ആയിരിക്കുന്ന 3905 കണക്ഷൻ ഉള്ള വ്യക്തികൾക്ക് 3904 വ്യക്തികൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, എന്നിലൂടെ വരുമാനം കിട്ടുന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്ന് പറയുന്ന വ്യക്തിക്ക് എന്നിലൂടെ 780 കണക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ടാവും, വരുമാനങ്ങൾ കിട്ടുന്ന നെറ്റ്വർക്ക് കണക്ട് ആവും. ബിക്കും എന്ത് ചെയ്യുന്നുണ്ടാവും, 780 നെറ്റ്വർക്ക് കണക്ഷൻ ആവുന്നുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ഒരു കമ്മ്യൂണിറ്റി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, 3905 നെറ്റ്വർക്ക് കണക്ട് ആവുന്നതിലൂടെ ഒരു കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുന്നു, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി ആവുകയാണ് ഏത് സ്മാർട്ട് കോൺട്രാക്ടിന്റെ പ്രത്യേകത, 5Gen മാട്രിക്സിലുള്ള സ്മാർട്ട് കോൺട്രാക്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് നിങ്ങൾക്ക് മനസ്സിലാവാം. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ഇവിടെ പറയുന്നത്, ഞാൻ എന്ന വ്യക്തി ഒരു 5 റെഫറൽ വെച്ച് കഴിഞ്ഞാൽ എന്റെ 5ാമത്തെ റെഫറൽ കഴിഞ്ഞ് ഞാൻ ഒരു 6ാമത്തെ ഒരു റെഫറലിൽ എന്റെ ലിങ്ക് എത്ര റെഫറൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. എന്റെ ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ട് 6ാമത്തെ ഒരു വ്യക്തി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും എയും ബിയും സിയും ഡിയും ഇയും ആണ് പ്രയോറിറ്റി ബേസിൽ വന്നതെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ചെക്ക് ചെയ്യൽ എക്കാണ്. അപ്പൊ ഓട്ടോമാറ്റിക് എന്റെ ഒരു 6ാമത്തെ റെഫറൽ എന്ന് പറയുന്നത് ഇവിടെ എക്ക് 2 റെഫറൽ ഓൾറെഡി ഉണ്ട്, ബിക്ക് 2 റെഫറൽ ഉണ്ട്, സിക്ക് 2 റെഫറൽ കണക്ഷൻ ആയിട്ടുണ്ട്, ഡിക്ക് 2 റെഫറൽ കണക്ഷൻ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇക്ക് 3 റെഫറൽ കണക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ ഡിക്ക് 1 കണക്ഷനാണ് അവിടെ വന്നിരിക്കുന്നത്. ആക്ച്വലി ആ മെട്രിക്സ് പ്രകാരം അങ്ങനെയാണ്, ആ പിക്ചർ ഫിഗർ പ്രകാരം അതേ കണക്കെയാണ് ഉള്ളതെങ്കിൽ ഒരു എക്സാമ്പിൾ പ്രകാരം ഞാൻ ഒരു 6ാമത്തെ ഒരു റെഫറൽ വെക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് പ്രയോറിറ്റി ബേസിൽ ആദ്യം എന്റെ നെറ്റ്വർക്കിലൂടെ വന്ന് കണക്ട് ആയ വ്യക്തിനാണ് അവിടെ ചെക്ക് ചെയ്യുന്നതെങ്കിൽ, എ ആണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ എക്ക് ഓൾറെഡി റെഫറൽ ഉണ്ടെങ്കിൽ അവിടെ പ്രയോറിറ്റി ബേസിൽ ഏറ്റവും കുറവ് റെഫറൽ അല്ലെങ്കിൽ ഏറ്റവും നെറ്റ്വർക്കിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് ആരാണ് അവിടെ ഉള്ളത് അവർക്കാണ് എന്ത് ചെയ്യുന്നത്, എന്റെ 6ാമത്തെ റെഫറൽ പോയിട്ട് പ്ലേസ് ആവുകയും അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഓൺ ദി സ്പോട്ട് എന്നിലൂടെ പാസീവ് ആയിട്ട് $48 എന്ത് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ 5 ജനറേഷൻ ഇൻകം എന്ത് കിട്ടുന്നുണ്ടാവും അദ്ദേഹത്തിന്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1050 സ്മാർട്ട് കോൺട്രാക്ട് ചെയ്തിട്ടാണ് വന്നില്ലെങ്കിൽ അതിന്റെ ഒരു 8% എന്നിലൂടെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടാവും. അദ്ദേഹത്തിന് കിട്ടിയ ശേഷം മാത്രമാണ് റെഫറൽ ചെയ്ത് എനിക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അങ്ങനെ ഓരോ റെഫറൽ കണക്ട് ആവുന്ന സമയത്ത് ഓരോ റെഫറലിലൂടെയും എന്ത് ഉണ്ടാവും, അവിടെ പ്രയോറിറ്റി ബേസ് പ്ലേസ്മെന്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണം 6ാമത്തെ ഒരു റെഫറൽ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഡി കണക്ട് ആവുകയും 7ാമത്തെ എന്റെ ഒരു റെഫറൽ ലിങ്ക് യൂസ് ചെയ്ത ഒരു വ്യക്തി വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഓട്ടോ പ്ലേസ് ആയിട്ടാണ്. ഒരിക്കലും എനിക്ക് ഇന്ന വ്യക്തിക്ക് മാത്രമേ ഇന്ന് ഇൻകം കിട്ടാൻ പറ്റുക എന്നുള്ളത് ഡിസൈൻ ചെയ്യാനുള്ള ഒരു കഴിവില്ല. ഇതിന്റെ ഡെവലപ്പേഴ്സിന് പോലും അത് മാറ്റി ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. ഞാൻ ഒരു 7ാമത്തെ ഒരു റെഫറൽ വെക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് എന്റെ മെട്രിക്സിൽ ഏറ്റവും ലോവസ്റ്റ് ഉള്ള വ്യക്തിയെ ആദ്യം ചെക്ക് ചെയ്യും, അതിനുശേഷം ഏറ്റവും പ്രയോറിറ്റി ബേസിൽ ആദ്യം എന്ന വ്യക്തിയെ ചെക്ക് ചെയ്യും, അദ്ദേഹത്തിലേക്ക് എന്ത് ചെയ്യും, അടുത്തൊരു റെഫറൽ പോയി കണക്ട് ആവും എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണം ഈ ഫിഗർ പ്രകാരം ഈ പിക്ചർ പ്രകാരം നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ 6ാമത്തെ ഒരു റെഫറൽ ഡിക്ക് കണക്ട് ആവുകയും പിന്നെ 7ാമത്തെ ഒരു റെഫറൽ പോയിട്ട് എക്കും, 8ാമത്തെ ഒരു റെഫറൽ പോയിട്ട് ബിക്കും, 9ാമത്തെ ഒരു റെഫറൽ പോയിട്ട് സിക്കും, 10ാമത്തെ ഒരു റെഫറൽ പോയിട്ട് ഡിക്കും, 11ാമത്തെ റെഫറൽ പോയിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ടാവും, എക്ക് വീണ്ടും കണക്ട് ആവുന്നത്. അപ്പൊ ഓൾറെഡി എന്ന് പറയുന്ന വ്യക്തിക്ക് ഓൾറെഡി 3 റെഫറൽ ഉണ്ടായിട്ടുണ്ടായത് കൊണ്ടാണ്.
സോ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ഒരു കമ്മ്യൂണിറ്റിനെ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഫിനാൻഷ്യലി ഫ്രീഡം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, സ്റ്റെബിലിറ്റിയിൽ എത്തിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ് പ്രത്യേകത ഗ്ലോബൽ ഷെയർ. ഈ പ്രൊജക്ടിന് ഏറ്റവും നല്ലൊരു ബ്യൂട്ടി ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ് ഗ്ലോബൽ ഷെയർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഒരു വ്യക്തി ഒരു സ്മാർട്ട് കോൺട്രാക്ട് പ്രകാരം ആക്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഫസ്റ്റ് ലെവൽ പർച്ചേസ് ചെയ്തതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, സെക്കൻഡ് ലെവലിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവും എന്നുള്ളതാണ്. ഫസ്റ്റ് ലെവൽ അദ്ദേഹത്തിനുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലിലൂടെ അദ്ദേഹത്തിന് വരുമാനങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സെക്കൻഡ് ലെവലിൽ $100 വരുമാനം കിട്ടണമെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും $100 സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന ഓണർഷിപ്പ് ഉള്ള വ്യക്തി ആയിരിക്കണം. മൂന്നാമത് അദ്ദേഹത്തിന് എന്താണ്, ഒരു വർക്കും ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു അഫിലിയേഷനും ചെയ്യുന്നില്ല, ഉറങ്ങിക്കിടക്കുന്ന സമയത്തും വരുമാനം കിട്ടുന്ന വ്യക്തിയായി മാറണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം എന്ത് ചെയ്യണം, ഗ്ലോബൽ ഷെയർ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്മാർട്ട് കോൺട്രാക്ട് ഓണർഷിപ്പ് ഉള്ള വ്യക്തിയായി മാറണം എന്നുള്ളതാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ഗ്ലോബൽ ഷെയർ കിട്ടുന്ന ആദ്യത്തെ സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്മാർട്ട് കോൺട്രാക്ട് ആണ്. അദ്ദേഹത്തിന് മൂന്നാമത്തെ സ്മാർട്ട് കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നുണ്ടാവും, 40% ഇൻകത്തിൽ നിന്ന് ഒരു ഷെയർ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടാവുമെങ്കിൽ ആ കമ്മ്യൂണിറ്റി 100 പേരാണെങ്കിൽ 100ൽ ഒരു ഷെയർ, $60 ഒരു ഷെയർ എന്ത് ചെയ്യുന്നുണ്ടാവും, അദ്ദേഹത്തിനും ഗ്ലോബലി കിട്ടുന്നുണ്ടാവും. അത് ആര് ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയും. ദെൻ അടുത്തൊരു സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത് അടുത്ത ഗ്ലോബൽ ഷെയറിലേക്ക് അദ്ദേഹം എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടി വരും, അടുത്ത സ്മാർട്ട് കോൺട്രാക്ടുകൾ 4ാമത്തെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന് അതിലൂടെ ജനറേഷൻ ഇൻകം, റഫറൽ ഇൻകം കിട്ടത്തുള്ളൂ. എങ്കിൽ അതിന്റെ അപ്പുറം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഓണർഷിപ്പ് 5ാമത്തേതിൽ ഉണ്ടെങ്കിൽ മാത്രമേ ജസ്റ്റ് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, 6ാമത്തെ സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ അദ്ദേഹത്തിന് ഗ്ലോബലി ഇൻകം ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ $300 ആക്ടിവിറ്റി അദ്ദേഹം ചെയ്യുന്ന സമയത്ത് 6ാമത്തെ കോൺട്രാക്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിന് മുന്നോടിയായിട്ട് അദ്ദേഹം എന്ത് ചെയ്യണം, 5ാമത്തെ സ്മാർട്ട് കോൺട്രാക്ട് പർച്ചേസ് ചെയ്ത വ്യക്തി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നുണ്ടാവും, ഗ്ലോബലി ഷെയറിന്റെ ഒരു 40% എന്ന് വെച്ച് കഴിഞ്ഞാൽ $300 ഒരു 40% എന്ന് വെച്ചാൽ $120 അദ്ദേഹത്തിന് എന്താണ്, ഇൻസ്റ്റന്റ് ആയിട്ട്, അൺലിമിറ്റഡ് ആയിട്ട്, അൺകണ്ടീഷണൽ ആയിട്ട് ഉറങ്ങിക്കിടക്കുന്ന സമയത്തും വരുമാനം കിട്ടുന്നുണ്ടാവും എന്നുള്ളതാണ് മൈ ഡിയർ ഫ്രണ്ട്സ് മനസ്സിലാക്കേണ്ടത്. ടോട്ടലി അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നുണ്ടാവും, ഗ്ലോബലി അൺലിമിറ്റഡ് ആയിട്ട് ഇൻകം കിട്ടുന്നുണ്ടാവും. ഇതിന്റെ പ്രാമുഖ്യമായിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ റോയൽറ്റി ഇൻകം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഈ പ്രൊജക്ടിന്റെ നമ്മൾ ഗൂഗിൾ പേ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു വരുമാനം കിട്ടുന്ന വെച്ചാൽ പല ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ Coin4j നിങ്ങൾ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ജനുവരി 2026 മുതൽ റോയാലിറ്റി ഇൻകം, ഇതിന്റെ ലോയൽ കസ്റ്റമർ ആയതിന്റെ ഭാഗമായിട്ട് ടിപ്പിക്കലി നിങ്ങൾക്ക് അതിന്റെ സ്മാർട്ട് കോൺട്രാക്ട് സ്ട്രക്ചർ എങ്ങനെയാണോ ചെയ്തു വെച്ചിരിക്കുന്നത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്ന, അൺകണ്ടീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന, അതും ജനുവരി മാസം ഫസ്റ്റ് വാരത്തോടു കൂടി കിട്ടാൻ വേണ്ടി പോകുന്ന ഒരു റോയൽറ്റി ഇൻകം ആണ് എന്ത്, ലോയൽ കസ്റ്റമർക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത്. കൂടാതെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സ്മാർട്ട് കോൺട്രാക്ട്, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ക്രിപ്റ്റോ കറൻസി സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെയും പർച്ചേസ് ചെയ്യാതെ അല്ലെങ്കിൽ സ്മാർട്ട് കോൺട്രാക്ട് പർച്ചേസ് ചെയ്തതിലൂടെയും നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്രിപ്റ്റോ കറൻസികൾ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ Coin4j എന്ന് പറയുന്ന പ്രൊജക്ടിന്റെ സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്ന ഡിജിറ്റൽ അഗ്രിമെന്റിൽ നമ്മൾ സൈനപ്പ് ചെയ്യുകയും അതിലൂടെ നമ്മൾ വരുമാനം നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ബൈ ചെയ്യുന്നതെങ്കിൽ അതിന്റെ അസറ്റ് ആയിട്ടുള്ള ഫിക്സ്ഡ് അസറ്റ് ആയിട്ടുള്ള എനർജി ടോക്കണുകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ 1:1 $1 ഒരു കോയിൻ കിട്ടുന്ന രീതിയിൽ, ഒരു ടോക്കൺ കിട്ടുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ എത്ര അഫിലിയേഷൻ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ എത്ര റെഫറൽ ചെയ്യുന്നുണ്ടോ അതിന്റെ ഒക്കെ 25% അവരിൽ നിന്ന് എടുത്തിട്ടല്ല നമുക്ക് തരുന്നത്. നമുക്ക് ഈ സ്മാർട്ട് കോൺട്രാക്ട് എലിജിബിലിറ്റി ഉണ്ടായത് കൊണ്ട് അതിന്റെ ഒരു 25% നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും, നമ്മുടെ ഓരോരോ റഫറിലും 100 റഫറില്ലെങ്കിൽ 100 റഫറിൽ നിന്നും എന്ത് കിട്ടുന്നുണ്ടാവും, 25%, ഏകദേശം 250% നമുക്ക് കിട്ടുന്നുണ്ടാവും വരുമാനം കിട്ടും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു $1050 നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്മാർട്ട് കോൺട്രാക്ടിന്റെ ഓണർഷിപ്പ് നമുക്ക് ഉള്ളതെങ്കിൽ നമുക്ക് 1050 ടോക്കൺ, എനർജി ടോക്കൺ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരൊറ്റ റഫറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 1050 തന്നെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഏകദേശം $262 അല്ലെങ്കിൽ $262 ഇക്വലന്റ് ആയിട്ട് നമുക്ക് 1050 ഇക്വലന്റ് ആയിട്ട് 262 ടോക്കൺ നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, കിട്ടുന്നുണ്ടാവും. ആ ടോക്കൺ നമ്മൾക്ക് എയർ ഡ്രോപ്പിലൂടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിന്റെ ഓൺ ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറ്റുവാനും ഡിസംബർ മാസത്തിലേക്ക് ഇതിന്റെ ക്രിപ്റ്റോ കറൻസി ലിസ്റ്റ് ചെയ്യുകയും ലിസ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, അതിലൂടെ ക്രിപ്റ്റോ കറൻസികൾ വിൽക്കാനും നമ്മൾക്ക് തന്നെ കൺട്രോളിലെ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രൊജക്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ ബ്യൂട്ടി ഓഫ് ഇൻകം ആണ് ഞാൻ നേരത്തെ പറഞ്ഞു, സാലറി പാക്കേജ് പോലെ നമ്മൾക്ക് ഇതിന്റെ ഒരു ക്രൈറ്റീരിയ മാച്ചിങ്, ഈ റോയൽറ്റി കിട്ടണമെങ്കിൽ, ലോയൽ കസ്റ്റമർ ആവണമെങ്കിൽ ഇതിന്റെ ഫുൾ സ്മാർട്ട് കോൺട്രാക്ട് ആയിട്ടുള്ള 9 സ്മാർട്ട് കോൺട്രാക്ട് നമുക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ആ 9 സ്മാർട്ട് കോൺട്രാക്ടിന് എലിജിബിലിറ്റി നമ്മൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ
നമ്മൾ തീർച്ചയായിട്ടും റോയൽറ്റി എന്ന് പറയുന്ന റാങ്കിങ് ജനസിസ് പ്രോസസ്സിലേക്ക് നമ്മൾ എത്തപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇൻകം കിട്ടണം എന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് ഒരു റോയൽറ്റിന്റെ ഒരു ഷെയർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഡയറക്റ്റ് റെഫറൽസ് എത്ര ആയിരിക്കട്ടെ, ഇപ്പൊ ഒരാൾക്ക് 100 റെഫറൽസ് ഉണ്ടെങ്കിൽ മിനിമം ഒരു 5 റെഫറൽസിന് അദ്ദേഹം എന്ത് ചെയ്യണം? നമ്മൾ ചെയ്തതുപോലെ ഒരു 9 സ്മാർട്ട് കോൺട്രാക്ടിന് എലിജിബിലിറ്റി ആയതുപോലെ അവരെയും എന്ത് ചെയ്യണം? 9 സ്മാർട്ട് കോൺട്രാക്ടിന് എലിജിബിലിറ്റിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പൈനീർ എന്ന് പറയുന്ന R1 റാങ്കിങ്ങിലേക്ക് നമ്മൾക്ക് എത്തുകയും ആ റോയാലിറ്റിന്റെ R1ലേക്ക് 20% ആണ് ഈ പ്രൊജക്റ്റിലൂടെ സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതെങ്കിൽ ആ 20% വാല്യൂ ഉള്ള ഇതിൽ നിന്ന് ഒരു 10 ആളാണെങ്കിൽ 10 ആൾക്കാർക്കും 20% ഇക്വലന്റ് ആയിട്ട് ഷെയർ ചെയ്യുന്ന രീതിയിലാണ്. പിറ്റേ ദിവസം 100 ആളാണെങ്കിൽ 100 ആൾക്കാർക്കും ആ 20% വാല്യൂല് എത്രയാണോ റോയാലിറ്റി ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്നത് അതിന്റെ ഒരു 20% ഒരു ഷെയർ എന്ത് ചെയ്യുന്നുണ്ടാവും? അതിൽ എലിജിബിൾ ആയ ഓരോ വ്യക്തികൾക്കും കിട്ടുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണം, നിങ്ങളാണ് അതിൽ എലിജിബിൾ ആയതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് കിട്ടുന്നുണ്ടാവും? പൈനീർ റാങ്കിങ്ങിലുള്ള 20% ഒരു ഷെയർ കിട്ടുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അടുത്തൊരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു ഇൻകം 30% ഇൻകം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റൊരു കാര്യം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ എങ്ങനെയാണോ പൈനീർ റാങ്കിങ്ങിലേക്ക് എത്തിയത്, നിങ്ങൾ 5ന്റെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്തതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പൈനീർ റാങ്കിങ്ങിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്ന വ്യക്തികൾ അവരെ കൊണ്ട് എന്ത് ചെയ്യാം? അവരുടെ ടീമിന് 5 ആൾക്കാർ മീൻസ് ഏകദേശം 25 ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ജനസിസ് എന്ന് പറയുന്ന ഫ്രീ റാങ്കിലേക്ക് എത്തുകയും ആ 5 വ്യക്തികൾ പൈനീർ റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ 20%, നിങ്ങൾ കൂടെ വന്ന വ്യക്തികൾക്ക് 20% സാലറി പാക്കേജ് പോലെ അവർക്ക് ഒരു ഇൻകം കിട്ടുന്ന ലെവലിലേക്ക് നിങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും? 30% വിഷണറി എന്ന് പറയുന്ന റാങ്കിങ് പൊസിഷനിലെ ഒരു ഷെയർ നിങ്ങൾക്ക് കിട്ടുന്ന വ്യക്തിയായി മാറുന്നുണ്ടാവും എന്നുള്ളതാണ്. അതിന്റെ സെയിം ഡ്യൂപ്ലിക്കേഷൻ ആണ് എന്ത്? ട്രൈബ്ലൈസർ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂടെ വന്നിരിക്കുന്ന 5 വ്യക്തികളെ നമ്മൾ വിഷണറി റാങ്കിങ്ങിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവരിലൂടെ ഒരു 25 ആൾക്കാർ പൈനീർ റാങ്കിലേക്ക് എത്തുന്നുണ്ടാവുമെങ്കിലും ആ 25ലൂടെ ഒരു 125 ആൾക്കാർ ജനസിസ് എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിലൂടെ ഏകദേശം ഒരു 30-40 ആൾക്കാർ ഏകദേശം നമ്മളിലൂടെ എന്ത് ചെയ്യുന്നു? സ്ഥിര വരുമാനം വാങ്ങുന്ന ഒരു വ്യക്തികളായി മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ട്രൈബ്ലൈസ് എന്ന് പറയുന്ന ഒരു റാങ്കിങ് പോസ്റ്റിലേക്ക് എത്തുന്നുണ്ടാവും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് റോയൽറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അത് അൺകണ്ടീഷണൽ ആണ്. 100% നമുക്ക് അതിലൂടെ ഇൻകം കിട്ടും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇൻകം സ്ട്രക്ചർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, $300 നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതിൽ 100% ഒരു 5 ഡയറക്റ്റ് ഓഫർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻകത്തിന്റെ മൾട്ടിപ്പിൾ നിങ്ങൾക്ക് അവിടെ വരുമാനം കിട്ടുന്നുണ്ടാവും. അത് ഏത് ടൈം, ഒരു സെക്കൻഡുകൾ കൊണ്ട്, ഒരു നിമിഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ വരുമാനങ്ങൾ നേടാം. അത് നിങ്ങൾ 5 ലെവലിലേക്ക് ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം $46,860, ഏകദേശം 42,17,400 രൂപ നിങ്ങൾക്ക് എന്തുണ്ടാവും? വരുമാനം കിട്ടുന്നുണ്ടാവും. കൂടാതെ അൺകണ്ടീഷണൽ ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് എന്തുണ്ടാവും? ഗ്ലോബൽ ഷെയർ ഇൻകം കിട്ടുന്നുണ്ടാവും. ഒരു 1 മുതൽ ഒരു 6 സ്മാർട്ട് കോൺട്രാക്ട് വരെ ഏകദേശം $1,050 ഓണർഷിപ്പിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ നിങ്ങൾ 5 ലെവലിലേക്ക് മാത്രം ചെയ്യുന്നുണ്ടെങ്കിൽ $2,100, ഏകദേശം 1,59,000 രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഈ 5ന്റെ ആൾക്കാർക്കും അതേപോലെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 5ന്റെ മെട്രിക്സ് ഏകദേശം 3,905 കണക്ഷൻ ആകുന്ന സമയത്ത് ഏകദേശം $1,57,440, ഏകദേശം 1,87,440 എന്ന് പറയുമ്പോൾ ഏകദേശം $1,68,69,600 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? അൺകണ്ടീഷണൽ ആയിട്ട് വരുമാനം നേടാൻ പറ്റുന്നുണ്ടാവും. അതിലൂടെ നിങ്ങൾക്ക് അൺകണ്ടീഷണബിൾ ആയിട്ട് ഗ്ലോബൽ പാസീവ് ഇൻകം നേടാനും പറ്റുന്നുണ്ടാവും എന്നുള്ളതാണ്. കൂടാതെ നമ്മൾ 1 മുതൽ 50 വരെ സ്മാർട്ട് കോൺട്രാക്ടിന് ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? ഇതേപോലെ $4,050, അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ $8,100, അതും 5 മെട്രിക്സിലേക്ക് എത്തി കഴിഞ്ഞാൽ $6,56,040 അൺകണ്ടീഷണൽ ആയിട്ട് ഗ്ലോബൽ ഷെയർ ഇൻകം കിട്ടുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇതിന്റെ ഒരു സ്നാപ്ഷോട്ട്, ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏർലി അഡോപ്ഷൻ അഡ്വാൻറ്റേജ് ആണ്. ഫസ്റ്റ് കയറി വരുന്നവർക്കാണ് കൂടുതൽ ഇൻകം കിട്ടുന്നത് എന്നെങ്കിൽ ആ വന്നതിന് ശേഷം എത്ര ആൾക്കാരാണോ അതിനുശേഷം വരുന്നത് അതിലൂടെയും എന്ത് ചെയ്യുന്നുണ്ടാവും? ഗ്ലോബലി അൺലിമിറ്റഡ് ആയിട്ട് ഇൻകം കിട്ടുന്നുണ്ടാവും എന്നുള്ളതാണ്. മാസീവ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ നമ്മൾക്ക് എന്തുണ്ടാവും? ഇതിലൂടെ കിട്ടുന്ന ഇൻകത്തിന് നല്ല രീതിയിൽ ഗ്രോത്ത്, മാസീവ് സക്സസ് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുന്നതൊക്കെ നമ്മൾക്ക് ഒരുപാട് വരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റും കൂടിയാണ്. കൂടാതെ ഡീസെൻട്രലൈസ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വ്യക്തിക്കും കൺട്രോൾ ചെയ്യാത്ത രീതിയിൽ നമുക്ക് തന്നെ അൺകണ്ടീഷണൽ ആയിട്ട് കാണാനും ഒരു വ്യക്തിയുടെ ഡാറ്റാബേസ്, ഒരു വ്യക്തിയുടെ വാലറ്റിലെ ബാലൻസുകൾ നമ്മൾക്ക് കാണാൻ വേണ്ടി ട്രാൻസ്പെറന്റ് ആയ രീതിയിലാണ് ഈ പ്രൊജക്ടിനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്.
കൂടാതെ ഇവിടെ ഫിനാൻഷ്യൽ ഫ്രീഡം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഫിനാൻഷ്യൽ ഫ്രീഡം എന്നല്ല ഞാൻ പറയുന്നത്, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഇന്നത്തെ വേൾഡിൽ നമ്മൾ ഈ അഞ്ചാമത്തെ ജനറേഷനിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ അതിലൂടെ അൺലിമിറ്റഡ് ആയിട്ട് ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റും കൂടിയാണ്. ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഇതിലൂടെ പാസീവ് ഇൻകം കിട്ടുന്നത്. ഒരു റിസ്കും ഇല്ല ഇത് മാനിപ്പുലേഷൻ ചെയ്യാൻ. ഒരു വ്യക്തി വന്നിട്ടും ഇതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് നാളെ പോകാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത ഒരു പ്രൊജക്ട് തന്നെയാണ് മൈ ഡിയർ ഫ്രണ്ട്സ് Coin4j എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയാം 100% ഞാൻ നിങ്ങളോട് പറയാം, ദ റൈറ്റ് പ്ലേസ് ടു ചേഞ്ച് യുവർ ലൈഫ് എന്ന് തന്നെയാണ് Coin4j കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ്. ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുകയും നിങ്ങൾ അത് ഡ്യൂപ്ലിക്കേഷനും ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ഡിജിറ്റൽ ആയിട്ടും ഫിസിക്കലി ആയിട്ടും എന്ത് ചെയ്യാം, ഈ ഒരു പ്രൊജക്റ്റിലെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റീനെ നമുക്ക് ഇതിലൂടെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റും എന്നുള്ളത് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. സോ ഇത്രയും സമയം എന്റെ വാക്കുകൾ കേട്ടിരിക്കുന്ന പേഷ്യന്റ് ആയിട്ടിരിക്കുന്ന ഏകദേശം 172ഓളം ആൾക്കാർ കേട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നാളെ ഒരു വലിയൊരു രീതിയിൽ ഫിനാൻഷ്യലി സെക്യൂരിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിരിക്കുന്ന ഒരു അടിപൊളി പ്രൊജക്ട് തന്നെയാണ് Coin4j എന്ന് പറയുന്നത്. സോ ഇത് ഈ വൈകിയ വേളയിൽ എല്ലാവർക്കും നല്ലൊരു സായന്തനം ആശംസിച്ചുകൊണ്ട് ബാക്ക് ടു MC മിസ്സിസ് നസ്രിയ മാഡം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു റംഷു സാർ. നമുക്ക് ഏതൊരു സാധാരണക്കാരനും എന്താണ് Coin4j എന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് ഇന്നത്തെ BOP സെക്ഷൻ കൈകാര്യം ചെയ്തിട്ടുള്ളത് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഉള്ള 169 പേരും ആരുടെ എന്താ പറയാ ഇതിനനുസരിച്ചിട്ടാണോ ഇന്നത്തെ ഈ ഒരു സൂമിൽ ഇരിക്കാൻ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു നിമിത്തമായിട്ട് തന്നെ കരുതുക. കാരണം നമ്മൾ ഈ ഒരു കേരളത്തിൽ കോടിക്കണക്കിന് ജനങ്ങളുണ്ടല്ലേ, അതിൽ 168 ഒരാളാവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഈ ഒരു എന്താ പറയാ സ്വപ്നങ്ങൾ, ഡ്രീമുകൾ നമുക്ക് ഈ ഒരു Coin4j എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് ഏറ്റെടുത്താൽ മുന്നോട്ട് പോകാൻ നമ്മൾ റംഷു സാറ് പറഞ്ഞതുപോലെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളെ ആരാണോ ഇന്നത്തെ സൂം സെക്ഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് തീർച്ചയായും അവരെ നിങ്ങൾ ഈ ഒരു മീറ്റ് ലീവ് ചെയ്തതിന് ശേഷം എന്താ പറയാ മെസ്സേജ് അയക്കുക, ഈ ഒരു Coin4j ഭാഗമാകാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.